എന്താ പറയാൻ വന്നല്ലോ. ഇപ്പൊ ഇതില് ജെൻസി കുട്ടികളെയോ അല്ലെങ്കിൽ ഇപ്പം മുതിർന്നിരിക്കുന്ന ആൾക്കാരെയോ രണ്ടുപേരെ എതിർക്കാനല്ല. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് സഹനം എന്ന് പറയുന്നത് നേരത്തെ ജസ്റ്റ് അതിന്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അതിനെ അതൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. സഹനം എന്ന് പറയുന്നത് ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് ഈ ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ മാത്രമല്ലോ പ്രണയിക്കാനും നമുക്ക് ഒരു തരത്തിലുള്ള ടോളറൻസ് ആവശ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലതരം സാഹചര്യങ്ങൾ വരുമല്ലോ. ഒരാണും പെണ്ണും പ്രണയിച്ചാൽ ഒരു വിവാഹത്തിൽ എത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടി വരാം. സഹനം എന്ന് പറയുന്നത് ഇപ്പൊ ജെൻസി എന്ന് ഏത് ജനറേഷൻ പ്രോപ്പർട്ടി മനസ്സിലാവുന്നില്ലെങ്കിൽ സഹനത്തെ ഒരു അടിമപ്പണി പോലെ അങ്ങനെയാണ് അങ്ങനെ കാണേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ക്രിസ്തു തന്നെ സഹനത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അല്ലേ. സഹനം കൊണ്ട് സ്വാതന്ത്ര്യം നേടി ഇന്ത്യയിൽ പറയുന്നത്. അപ്പൊ സഹനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ജെൻസിക്കായിരുന്നാലും സഹനം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് നെഗറ്റീവ് ആസ്പെക്ട് വെക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേട്ടാ എന്ത് സഹിക്കണമെന്നാണ് പറയുന്നത്? സഹനം എന്ത് സഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? സഹനം എന്തായാലും സഹിക്കണം. ഞാൻ പറയാണ് വലിയൊരു എയിമിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിതത്തിൽ പല കാര്യങ്ങളും സഹിക്കേണ്ടി വരുമല്ലോ. റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് പറഞ്ഞത് കഴിഞ്ഞാൽ സഹനം എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട് എടുക്കേണ്ട കാര്യമില്ല. സഹനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സഹനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു വലിയൊരു പൊസിഷനിലെത്തണം. സഹനം ആവശ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് സഹനം അല്ല മനുഷ്യന് ആവശ്യമുള്ളതല്ലേ പറഞ്ഞത്. അല്ല ഒരു വലിയൊരു ഞാൻ ചോദിക്കുന്നത് സഹനം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളതാണോ അല്ലാത്തതാണോ? നമ്മള് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ലേ പറഞ്ഞത്. മറ്റൊരാളുടെ ക്യാരക്ടർ നമുക്ക് സഹിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ക്യാരക്ടർ സഹിക്കണം എന്നല്ല. അത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു ക്യാരക്ടർ ഇഷ്യൂ നമ്മൾ സഹിക്കണം എന്നല്ല. ടോളറൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വാക്കിനെ പ്രണയത്തിൽ പറയാൻ സമ്മതിക്കും. പ്രണയത്തിൽ ഇപ്പൊ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പ്രണയത്തിലാണ്. ഇപ്പൊ അവര് ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളില്ല അവർക്ക്. അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരിതൊന്നും സഹിക്കേണ്ട, ഇനി മുതൽ നമ്മൾ ഒരുമിച്ചല്ലെന്ന് പറഞ്ഞു പോകണതാണ് നല്ലത്. ഇത് സഹിച്ച് മുന്നോട്ട് പോകണതാണ് നല്ലത്. പ്രശ്നം സോൾവ് ചെയ്യാം, പക്ഷെ നമ്മളെ പ്രശ്നത്തിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഈ സഹനം വരുന്നത്. മനസ്സിലായി? നമ്മൾ പ്രശ്നം സോൾവ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അത് ശരിയാണ്. പക്ഷെ അത് മനസ്സിലാക്കി അത് സഹിക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഒരാള് മാത്രമാണ് സഹിക്കുന്നുണ്ടെങ്കിലാണ് ശരിക്കും പ്രശ്നം അവിടെ വരുന്നത്. മറ്റേ ആൾക്ക് ഒരു സഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവുമ്പോഴാണ് അത് ടോക്സിക് റിലേഷൻ. ഇവിടെ പറയുന്നത് നമ്മള് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിനെ ഒട്ടും മനസ്സിലാക്കരുത്, അവര് പറയുന്ന കേൾക്കരുത്, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊന്നുമല്ല. മനസ്സിലാക്കാം, ശരിയാണ്. പക്ഷെ അത് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്ത് ലാസ്റ്റ് സഹിക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് അവിടെ ശിവ പറഞ്ഞ എന്റെ ആശാനും കൂടിയാണ്, കളരിയിൽ എന്റെ ആശാനും കൂടിയാണ് ശിവ. ശിവ പറഞ്ഞതിൽ ഒരു എക്സാമ്പിൾ, ഒരു പെൺകുട്ടി ലൈഫ് മുഴുവനും ബെൻസ് കാറിൽ പോകുന്ന ഒരു പെൺകുട്ടി സൈക്കിളിൽ പോകുന്ന ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബൈക്കിൽ പോകുന്നത് സഹനമാണോ, അണ്ടർസ്റ്റാൻഡിങ് ആണോ? ഇല്ല, അവന്റെ കയ്യിൽ ബെൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ടോക്സിക് ആണോ അവൻ? അതോ ഈ പെണ്ണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അല്ല? അങ്ങനെയാണെങ്കിൽ ആ പ്രണയത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അത് പ്രണയമാവുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ ടോക്സിക് ആണ്, അവൻ സൈക്കിളിൽ പോകുന്നു എന്ന് പറയരുതെന്ന് മാത്രം.